ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ഭാരതത്തിലെ ഇടതൂർന്ന വനങ്ങളിൽ നിഷാദ എന്ന ഒരു ശക്തമായ ഗോത്രം വാസം ഉണ്ടായിരുന്നു. പ്രകൃതി തന്നെ അവരുടെ വീടായിരുന്നു, കാടുകൾ അവരുടെ രാജ്യവും. ആ ഗോത്രത്തിന്റെ രാജാവായിരുന്നു ധീരനായ ഹിരണ്യകൻ. അദ്ദേഹത്തിന്റെ സദസ്സ് ലളിതമായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ ധൈര്യവും അഭിമാനവും അസാധാരണമായിരുന്നു. അദ്ദേഹത്തിന്റെ വംശത്തിൽ പിറന്നു ഒരു അസാധാരണ കുട്ടി. ആ കുട്ടിയുടെ പേര് ഏകലവ്യൻ. ചെറുപ്പം മുതലേ അവന്റെ കൈകളിൽ വില്ലുണ്ടായിരുന്നു. വില്ലും അവനും പരസ്പരം വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുപോലെ തോന്നി. ലോകത്തിലെ ഏറ്റവും മഹാനായ അമ്പെയ്ത്തുകാരനാകണം എന്നതായിരുന്നു അവന്റെ ഏക സ്വപ്നം. മണിക്കൂറുകളോളം അവൻ കാട്ടിൽ തനിച്ച് അഭ്യസിക്കുമായിരുന്നു. ഓരോ അമ്പും ലക്ഷ്യത്തിൽ തന്നെ പതിക്കും. അവന്റെ നിശ്ചയദാർഢ്യവും പ്രയത്നവും കണ്ടാൽ തോന്നും, ഈ കുട്ടി ഒരു ദിവസം ചരിത്രം മാറ്റും എന്ന്. എന്നാൽ വിധിക്ക് മറ്റൊന്ന് നിശ്ചയിച്ചിരുന്നു. ഏകലവ്യന്റെ യഥാർത്ഥ പരീക്ഷ ഇനി തുടങ്ങാൻ പോകുകയായിരുന്നു. കഥയുടെ അടുത്ത ഭാഗം അറിയാൻ കാത്തിരിക്കൂ. നദി 2. ഇത്തരം പുരാണ കഥകൾ കേൾക്കാൻ ഇപ്പോൾ തന്നെ എഴുതി ഫോളോ ചെയ്യൂ.